മുസ്ലിം ലീഗ് പാർട്ടി പട്ടി ബിസ്ക്കറ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ആരിഫ് ഹുസൈൻ തെരുവൂത്തത് എന്ന് പറയുന്ന ഒരു നമ്മുടെ കേരളത്തിൽ വർഗീയത പറഞ്ഞ് മതങ്ങളെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഒരാളാണ്. നമുക്കറിയാം ആരിഫ് ഹുസൈൻ തിരുവോത്തത് എന്ന് പറയുന്ന ഒരാൾ. അയാൾ കഴിഞ്ഞ 10 വർഷക്കാലമായി നിരന്തരം ഇസ്ലാമോഫോബിയ എന്ന അസുഖം ബാധിച്ച് മുസ്ലിങ്ങളെ തെറി പറഞ്ഞും മറ്റു മതങ്ങളും മുസ്ലിങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൻ്റെ ഇടയിലൂടെ ചോര കുടിക്കുന്ന കുറുക്കനാണ് ഇയാൾ. കഴിഞ്ഞ 10 വർഷക്കാലത്തോളം ഇതുപോലുള്ള കുറെ വർഗീയത പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ചില വിഷ ജന്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരെ നിയന്ത്രിക്കാനോ അവരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കാനോ അവരെ ജയിലിലിടാനോ കഴിഞ്ഞ 10 വർഷവും നമ്മുടെ നിയമവ്യവസ്ഥയിലെ ചില ആളുകളൊന്നും തയ്യാറായില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ആണൊരുത്തം തന്നെയാണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പോലീസിനോട് പറയുകയാണ്, മുസ്ലിം ലീഗ് പാർട്ടിയോട് പറയുകയാണ്, ഇന്ന് ഇയാൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തന്നെ ഇസ്ലാമോഫോബിയ അസുഖം ബാധിച്ച് മുസ്ലിങ്ങളെ തെറി പറയുകയും ഇവിടെയുള്ള മറ്റു മതങ്ങളും മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു കുറുക്കനാണ്. ഓക്കെ, ഇന്നിപ്പോ അയാൾ മുസ്ലിം ലീഗിനെ പറഞ്ഞിരിക്കാൻ മുസ്ലിം ലീഗ് പട്ടി ബിസ്ക്കറ്റിന്റെ പാർട്ടിയാണെന്ന്. അതായത് മുസ്ലിം ലീഗിലെ അണികള് പട്ടികളാണെന്ന്. മുസ്ലിം ലീഗ് എന്ന സംഘടന പട്ടി ബിസ്ക്കറ്റ് കാണിക്കുമ്പോ അത് വന്ന് കഴിക്കാൻ വരുന്നവരാണ് നിങ്ങളെന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? നിങ്ങളിൽ അഭിമാനമുള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പറയുന്നു, അഭിമാനമുള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം. ഇനി ഇത്തരത്തിലുള്ള ഒരു വർഗീയതയും ഇവൻ ഇനി പറയാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇവനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഇവനെ മാത്രമല്ല കേട്ടോ, ഇതുപോലെ കുറെ ആളുകളുണ്ട് വർഗീയത പറഞ്ഞ് കേരളത്തിൽ സൗഹാർദ്ദമായി ജീവിക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് വർഗീയതയും മതവും കുത്തി നിറച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഇതുപോലുള്ള ചിലവന്മാരും കൂടിയുണ്ട്. ഇവനാണ് എന്റെ മെയിൻ ആള്. അപ്പോ ആരിഫ് ഹുസൈൻ തെരുവോത്തത് എന്ന് പറയുന്ന ഇയാളെ ഇനി മേലാൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷം ചീറ്റാൻ നമ്മുടെ മണ്ണിൽ, കേരളം എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം മണ്ണിൽ വിഷം ചീറ്റാൻ അത് അനുവദിക്കരുത്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ, മുസ്ലിം ലീഗ് എന്ന പാർട്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീഷിനെയും ഇയാൾ അപമാനിച്ചിട്ടുണ്ട്. കേരള അമീർ വി ഡി സതീശൻ സാഹിബിന് അഭിവാദ്യങ്ങൾ. കേരള അമീർ വി ഡി സതീശ സാഹിബിന് അഭിവാദ്യങ്ങൾ. വി ഡി സതീഷിനെ കൂടി കളിയാക്കുന്ന, ആക്ഷേപിക്കുന്ന ഒരാളാണ് ഇയാൾ. അതായത് നിയുക്ത മുഖ്യമന്ത്രി ആവാൻ പോണ മനുഷ്യന്റെ കൂടി കേരളമൊക്കെ ഇഷ്ടപ്പെടുന്ന, മതേതരത്തെ മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യനാണ് ശ്രീ വി ഡി സതീഷ്. അദ്ദേഹത്തിനെയും ഇത് ഈ രീതിയിൽ കേരള അമീർ വി ഡി സതീഷ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ളവന്മാരെ ഇനി നിയന്ത്രിച്ചില്ലെങ്കിൽ, കഴിഞ്ഞ 10 വർഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനി നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറായി പോകും, വർഗീയത കൊണ്ട് കുട്ടിച്ചോറാവും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ആളുകളോട് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഇവർക്കെതിരെ കേസ് കൊടുത്ത് ശക്തമായ നടപടി സ്വീകരിക്കണം. കാര്യം പട്ടി ബിസ്ക്കറ്റിന്റെ പാർട്ടി എന്നാ പറഞ്ഞത്, പട്ടി ബിസ്ക്കറ്റ് കാണിച്ച് ആളെ പിടിക്കുന്ന പാർട്ടി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോ നിങ്ങൾ ഉറപ്പായിട്ടും ഇവരെതിരെ നിയമ നടപടി സ്വീകരിച്ച് ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവരും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന നാടാണല്ലോ. ഇവിടെ ഇത്തരത്തിലുള്ള ആരെയും ഇവിടെ വന്ന് ഇനി വർഗീയത പുരട്ടിയ അമ്പ് കൊണ്ട് ഇവിടെയുള്ള മനുഷ്യരെ നെഞ്ചത്ത് കുത്തിയിറക്കി ഒരുത്തനെയും കൊല്ലാൻ അനുവദിക്കരുത്. ഇതൊരു മാതൃകയാക്കണം. ഈ ആരിഫ് ഹുസൈൻ തെരുവോത്തത് എന്ന് പറയുന്ന ഇയാളെ ശിക്ഷിച്ചുകൊണ്ട്, ഇയാളെ നിയമപരമായി ശിക്ഷിച്ചുകൊണ്ട് ഇവിടെ ഒരു മാതൃക ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ മുസ്ലിം ലീഗുകാർ ഇതൊന്ന് ഏറ്റെടുത്ത് നിങ്ങളെ പാർട്ടി ആക്ഷേപിച്ച, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്ഷേപിച്ച, കേരളത്തിലെ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇതുപോലുള്ളവന്മാരെ നിയമ നടപടി സ്വീകരിച്ച് കേരളത്തിന് ഒരു മാതൃകയാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.